ഹലോ ഗൈസ്, ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമല്ലേ ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ പൂക്കറ്റ് പോയപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ കേട്ടോ. ചില സാങ്കേതിക തകരാറൊക്കെ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ മടിയായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള പിന്നെ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ഒത്തിരി സമയം വേസ്റ്റായിപ്പോയി. അപ്പോൾ എന്നാൽ ഇപ്പം അങ്ങ് ഇട്ടേക്കാന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. അപ്പം ഇത് ഞങ്ങളുടെ തേർഡ് ഡേ ആണ്. ഞങ്ങൾക്ക് സിറ്റി ടൂറായിരുന്നു. അപ്പം നമുക്ക് സിറ്റി ടൂറിൽ അവർ നമുക്ക് ക്യാഷ്നട്ട് ഫാക്ടറി അങ്ങനെ കുറച്ച് മെയിൻ ഏരിയാസിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ ആദ്യം പോയത് ക്യാഷ്നട്ട് ഫാക്ടറി ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. പിന്നെ അവിടെ ഒത്തിരി സാമ്പിൾസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയത് നമ്മൾ ചലോങ് ടെമ്പിളിലേക്കാണ്. അത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിസിറ്റ് പ്ലേസ് കേട്ടോ. നല്ല രസമാണ് ടെമ്പിൾ കാണാനായിട്ട്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അങ്ങനെ അതിനകത്ത് നമുക്ക് കയറിയുണ്ടെങ്കിൽ കുറച്ച് നേരം റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഏരിയ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ഹണി ഏരിയയിലേക്കാണ്. അവിടെ നമുക്കിങ്ങനെ ഹണി ഉണ്ടാക്കാവുന്ന സാധനങ്ങൾ എങ്ങനെയുള്ളത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്, അങ്ങനെ ഒത്തിരി അവർക്ക് നമ്മൾ ക്ലാസ് ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ നമുക്ക് കുറച്ച് സാമ്പിളായിട്ട് ഹണീസ് തന്നായിരുന്നു. ഒറിജിനൽ ഹണി എങ്ങനെയാണ്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ്, അതിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ്, അവർ ഹണിയിൽ നിന്ന് എന്തൊക്കെ മരുന്നുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് എങ്ങനെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും, അങ്ങനെ ഒത്തിരി ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നായിരുന്നു. നമുക്ക് കുറച്ച് സാമ്പിളായിട്ടും തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ തരുന്നത് അവരവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഹണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്നതിനെ പോലൊക്കെ തന്നെ, പക്ഷേ എന്നാൽ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഈ സാധനത്തായ നമ്മൾ ഉലുവ പോയിരിക്കും, പക്ഷേ ഫെനുഗ്രീക്ക് അല്ല അത്. ഈ ഹണിയുടെ ഇതിൽ നിന്ന് തന്നെ അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. അവർ ഈ ആസ്മ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് കഴിക്കുന്നതെന്ന്. അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഫെൽ ലൈക്ക് ഉലുവ കഴിക്കുന്നത് പോലെ തന്നെ ആ ഒരു കയ്പും ചവർപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനതിനെ ഫുൾ എടുത്ത് വായിലിട്ടിടുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയായിപ്പോയി. പിന്നെ അവസാനം മെഴുകി ഞാനതങ്ങ്. പിന്നെ പോയത് നമ്മുടെ ബുദ്ധ ടെമ്പിളിലേക്കാണ്. പിന്നെ പോകുന്നത് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസായ ടൈഗർ പാർക്കിലേക്കാണ്. അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. അവിടെ നിന്ന് നമുക്ക് ടൈഗറിനുള്ള ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്താൽ നമ്മൾ വരുന്നതെങ്കിൽ നമ്മുടെ പേരൊക്കെ എഴുതണം വരുന്നത്. അവിടെ അവർ നമുക്കൊരു ടിക്കറ്റ് തരും. ആ ടിക്കറ്റാണ് നമ്മുടെ എൻട്രി ടിക്കറ്റ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കയറുന്നത്. അപ്പം അതും വാങ്ങിച്ചു ഞങ്ങൾ കയറി. ക്യൂ നിൽക്കണം കേട്ടോ. അപ്പം രണ്ടുപേരെ അവർ കയറ്റത്തുള്ളൂ. അപ്പോൾ കപ്പിൾസാണ്, നമ്മൾ കപ്പിൾസായിട്ട് കയറി. അപ്പം ഇത് നമ്മൾ ജയൻ്റാണ് എടുത്തത്. സ്മോള്, മീഡിയം, ജയൻ്റ് അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ജയൻ്റാണ് എടുത്തത്. അവിടെ ചെന്ന് നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാം. അവർ നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും എങ്ങനെ നിൽക്കണം, ഏത് വഴി പോകണം, എങ്ങനെ എടുക്കണം എന്നൊക്കെയുള്ള അവർ ഫോട്ടോസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സിറ്റി ടൂർ ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു തേർഡ് ഡേയിൽ. അപ്പം നമ്മൾ പിന്നെ തിരിച്ച് റൂമിൽ പോയി ഫുഡ് കഴിച്ചു. വൈകുന്നേരം വീണ്ടും കറങ്ങാനിറങ്ങി. അത്രയൊക്കെ ഉള്ളായിരുന്നു ആ ദിവസം. ജസ്റ്റ് സിറ്റിയിലെ എല്ലാ മെയിൻ ഏരിയാസും കറങ്ങി കാണുക, അത്ര ഉള്ളായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ ഡേ 4 ഞാൻ താമസിക്കാറ്. ഞാൻ വരും. കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.